വാർത്തയിലേക്ക്. സാഹിത്യകാരൻ എം മുകുന്ദനെയും വ്യവസായി രവി പിള്ളയെയും വിമർശിച്ച CPM നേതാവ് G സുധാകരൻ. സർക്കാരുമായി എഴുത്തുകാർ സഹകരിച്ചു പോകണമെന്ന് എം മുകുന്ദൻ പറഞ്ഞത് അവസരവാദമാണ്. പ്രവാസിയായ കോടീശ്വരൻ എങ്ങനെയാണ് കോടീശ്വരനായത് എന്ന വിശകലനമുണ്ടാക്കണമെന്നും രവി പിള്ളയുടെ പേര് പരാമർശിക്കാതെ G സുധാകരൻ വിമർശിച്ചു. യുവാക്കളെല്ലാം പ്രവാസി കോടീശ്വരനെ കണ്ട് പഠിക്കണമെന്നാണ് ഒരു നേതാവ് പറഞ്ഞതെന്നും G സുധാകരൻ പറഞ്ഞു. ഗവൺമെന്റുമായി സഹകരിച്ചു വേണം എഴുത്തുകാർ പോകേണ്ടത് എന്ന് എം മുകുന്ദൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു. അയാൾ ഏത് ഗവൺമെന്റിനെ ഉദ്ദേശിച്ചെന്നറിയില്ല. അയാൾ ഉദ്ദേശിച്ച ഗവൺമെന്റ് സ്ഥാനത്ത് വേറൊരു ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അവസരവാദമാണല്ലോ. ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടത്? ഇങ്ങനെയാണോ എഴുത്തുകാർ? ഇതാണോ മാതൃക? അപ്പം മുകുന്ദൻ ഒരു അവസരവാദപരമായ ഒരു ഫിലോസഫിക്ക് വിധേയനായി എന്ന് ഞാൻ പറയുന്നില്ല. വിധേയനായെന്ന് ആളുകൾക്ക് വേണമെങ്കിൽ കുറ്റപ്പെടാൻ പറയാൻ പറ്റില്ല. ഇന്നത്തെ യുവാക്കളെല്ലാം കരുനാഗപ്പള്ളിയിലുള്ള ഒരു പ്രവാസി കോടീശ്വരനെ കണ്ടുപിടിക്കണം. അറിയാമെന്ന് ഞാൻ പറയുന്നത്. എല്ലാ ചെറുപ്പക്കാരും കോടീശ്വരന്മാരാവശ്യം നടക്കാത്ത കാര്യമാണ്. അവർ വഴിവിട്ട് പോകുന്നില്ല. കോടീശ്വരൻ അങ്ങോട്ടേക്കാണ് കൊല്ല സ്വർണ്ണാഭരണ കടകൾ കുത്തി തുറക്കാം, പൈസയുള്ളവരുടെ പൈസ എടുക്കുക. അങ്ങനെ അധ്വാനിച്ച് കോടീശ്വരനാവാൻ പറ്റും. കൂലി വിലക്കാൻ ഒരു പൊതുവേദിയിൽ കൊടുക്കുകയാണ്. ഈ കോടീശ്വരൻ എങ്ങനെയാണ് ഈ കോടീശ്വരനായത് എന്നുള്ളതിനെ പറ്റി ഒരു വിശകലനമാണ്. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം? അനീഷ, അതായത് കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരു പ്രവാസി കോടീശ്വരൻ എങ്ങനെയാണ് കോടീശ്വരനായതെന്ന് വിശകലനം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രവി പിള്ളയുടെ പേര് പരാമർശിക്കാതെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് രവി പിള്ളയ്ക്ക് നൽകിയ പൗരസ്വീകരണത്തിന്റെ കാര്യം പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം നടത്തിയത്. സർക്കാരുമായി സഹകരിച്ചു വേണം എഴുത്തുകാർ പോകേണ്ടതെന്ന എം മുകുന്ദൻ പറഞ്ഞത് ഏത് ഗവൺമെന്റിനെയാണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടതെന്നും ഇതാണോ മാതൃകയെന്നും എന്ന് G സുധാകരൻ ചോദിക്കുന്നു. യുവാക്കളെല്ലാം ഈ പ്രവാസി കോടീശ്വരനെ കണ്ടുപിടിക്കണമെന്നാണ് ഒരു നേതാവ് പറഞ്ഞത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ പുകഴ്ത്താൻ സംഘടിപ്പിച്ച യോഗത്തിൽ ചെറുപ്പക്കാരെല്ലാം കണ്ടു മനസ്സിലാക്കേണ്ടത് കോടീശ്വരന്മാരാണെന്ന സന്ദേശം, ഈ കോടീശ്വരൻ എങ്ങനെയാണ് കോടീശ്വരനായത് എന്ന് ആർക്കെങ്കിലും അറിയുമോ എന്ന് തുടങ്ങിയ തരത്തിൽ G സുധാകരൻ തന്റെ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അമ്പാർപ്പുഴയിൽ ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ പുരസ്കാരം ഗോവിന്ദ കോഴിക്കോട് നൽകി ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. എം മുകുന്ദന്റെ സർക്കാർ അനുകൂല നിലപാട് അത് കേന്ദ്ര സർക്കാരിനെയാണോ സംസ്ഥാന സർക്കാരിനെയാണോ ഉദ്ദേശിച്ചത് എന്നത് മനസ്സിലാവുന്നില്ല എന്ന്. ഏതായാലും സർക്കാരുകൾക്ക് അനുകൂലമായി എഴുത്തുകാർ സംസാരിക്കുന്നത് അവസരവാദപരമായ സമീപനമാണ് എന്ന് പറഞ്ഞുകൊണ്ടും കോടീശ്വരന്മാരെ മാതൃകയാക്കണം എന്നും അത് ചെറുപ്പക്കാർ പിൻപറ്റണം എന്ന് പറയുന്നത് നല്ല മാതൃകയാണോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് രവി പിള്ളയെയും അദ്ദേഹത്തിന് പൗരസ്വീകരണം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ കണക്കറ്റ് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത്. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ BJPയിൽ തിരക്കിട്ട നീക്കങ്ങൾ. മന്ത്രിമാരായ വൈഖേംചന്ദ് സിംഗ്, ടി ബിശ്വജിത് സിംഗ് എന്നിവർക്കൊപ്പം സ്പീക്കർ സത്യബ്രത സിംഗും നിലവിൽ BJPയുടെ പരിഗണനയിലുണ്ട്. അവിശ്വാസ പ്രമേയം നിരാകരിക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് BJP നേതൃത്വം ബിരേൻ സിംഗിന്റെ രാജിക്ക് വഴങ്ങിയത്.